ഞങ്ങളൊരു കട്ടൻ കുടിക്കാൻ വേണ്ടി കുറ്റ്യാടി ചുരത്തിൽ പോയ കാഴ്ചയാണ് ഈ കാണുന്നത്. പോകുന്ന വഴിക്ക് കോട ഇറങ്ങി വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി ഒരു കട്ടനും വാങ്ങി മേലെ പോയിരുന്നാണ് കുടിച്ചത്. അവിടെ ഇപ്പൊ പുതുതായിട്ട് മേലെ ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് ഹിബിസ്കസിന്റെയും ശംഖുപുഷ്പത്തിന്റെയും ചായ ടേസ്റ്റ് ചെയ്യാൻ തന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഹിബിസ്കസിന്റെയും ശംഖുപുഷ്പത്തിന്റെയും ചായ ടേസ്റ്റ് ചെയ്യുന്നത്. എനിക്കിഷ്ടായിന്. അതിന്റെ കൂടെ അവർ കട്ട് ഫ്രൂട്ട്സും തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്ത കൊത്തു പൊറാട്ട എത്തി. പിന്നീട് സംഭവിച്ചത് എന്താണെന്നറിയോ? ചുരത്തിൽ വന്നിട്ടൊരു കട്ടൻ ചായ കുടിക്കാൻ വന്ന ഞാളിപ്പോൾ എത്തിയത് റിസോർട്ടിലേക്കാ. വെള്ളം ഇത് മറ്റേ ഇതെന്താ പറയാ, പാമ്പൊന്നല്ല ഇത്, മറ്റേത് അല്ല അരയന്ന. പിന്നെ ഞങ്ങൾ റിസോർട്ടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. നല്ല ഭംഗിയുണ്ടായിരുന്നേ നൈറ്റ് വ്യൂ. അപ്പൊ ഇനി രാവിലെ കാണാവേ. നമ്മൾ രാത്രി ലേറ്റ് ആയില്ലേ, 12 മണിയായില്ലേ ഇവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ റിസോർട്ടിന്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റ് പോയിട്ടാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. 12 മണിക്ക് ചെക്കൗട്ട് ആവേണ്ടത് കൊണ്ട് ഞങ്ങൾ വേഗം തന്നെ റിസോർട്ടിലേക്ക് വന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് പൂളിലേക്കാണ്. വെള്ളം കുറവായതുകൊണ്ട് എനിക്ക് ഭയങ്കര കംഫർട്ട് ആയിരുന്നു ഈ ഒരു പൂള്. അവിടുന്ന് കുറേ നേരം കളിച്ചു. അപ്പം ഞങ്ങൾ റിസോർട്ട് ഒന്ന് ചെക്കൗട്ടായി. പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് ബാണാസുര ഡാമിന്റെ അടുത്തൂടെ പോകുമ്പോഴാണ് ഒരു ഷോപ്പ് കണ്ടത്. അവിടുന്ന് ഡ്രൈ ഫ്രൂട്ട്സും മിക്സഡ് ചോക്ലേറ്റ്സും വാങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ അതിന്. പിന്നെ ഞങ്ങൾ പോയത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഒരു കുത്തനെയുള്ള കയറ്റാണ്. അതൊക്കെ എങ്ങനെയോ കയറി ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ ഇൻസ്റ്റയിൽ ലൈവ് എടുത്തോണ്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഏട്ടൻ കുട ചൂടിയോണ്ട് ഏട്ടൻ നനഞ്ഞിട്ടില്ല. ഞാൻ പാവം. ആടുന്ന് കുറച്ച് മുന്നോട്ടെത്തിയപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. എൻ്റെ കാലിൽ എന്തോ ഉണ്ട്. ആള് വെള്ളച്ചാട്ടത്തുനിന്നേ ഞങ്ങളെ കൂടെ കൂടീനെ. ആരാന്നല്ലേ? അട്ട. പിന്നെ ഞങ്ങൾ ഇവിടെ കയറി ചായയൊക്കെ കുടിച്ച് ഡ്രസ്സൊക്കെ മാറ്റി നേരെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ ഫ്രം ആതിരാരനിൽ.